അമ്മേ, ആ നീ ഇവിടെ വന്ന് നിൽക്കാണോ? വാ, ഞാൻ കാപ്പി എടുത്തു തരാം. ഇപ്പൊ വേണ്ട അമ്മേ, കുറച്ച് കഴിഞ്ഞിട്ട് മതി. അല്ല, അച്ഛൻ പൂജാമുറിന്ന് ഇറങ്ങിയിട്ടില്ലേ? ഇന്ന് പഞ്ചമിയല്ലേ മോളെ? രാവിലെ പൂജാമുറിയിൽ കയറിയ പൂജയും മന്ത്രജപവും ഒക്കെ കഴിഞ്ഞ് അച്ഛൻ ഇറങ്ങുമ്പോ കുറച്ചധികം സമയം എടുക്കില്ലേ? അപ്പോ ഇനിയും വൈകുമല്ലേ? മെഡല് കിട്ടിയ വിവരം അച്ഛനോട് പറയാതെ ഒരു സമാധാനവും ഇല്ലല്ലേ? ഡൽഹിന്ന് വിളിച്ച് പറഞ്ഞ നേരം മുതല് അച്ഛനോട് ഞാനിത് പറയാൻ ശ്രമിക്കുക. പക്ഷെ അച്ഛന് ഫ്രീ ആയിട്ടൊന്ന് കിട്ടണ്ടേ? ഇന്നലെ വൈകുന്നേരം മുഴുവൻ പാർട്ടി മീറ്റിംഗും യോഗവുമായിട്ട് അച്ഛൻ സിറ്റിയിലായിരുന്നു. തിരിച്ചു വന്നപ്പോ മുഖത്ത് പോലും നോക്കാതെ മുറി കയറി ചെന്ന് വാതിലടച്ചു. രാവിലെ പറയാന്ന് കരുതിയപ്പോ എഴുന്നേറ്റ ഉടൻ അച്ഛൻ പൂജാമുറിയിലും കയറി. ഇപ്പൊ വരും മോളെ. വിവരം അറിഞ്ഞ് കൂട്ടുകാരൊക്കെ വിളിച്ചിരുന്നോ? അവരെല്ലാരും ഇന്നലെ തന്നെ അറിഞ്ഞിരുന്നു. കുറച്ചുപേര് ഇന്ന് രാവിലെ പത്രത്തിലെ വാർത്ത കണ്ട ശേഷം വിളിച്ച് കൺഗ്രാചുലേറ്റ് ചെയ്തു. മോള് ഇത് ഇന്ദ്രനെ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഞാൻ എന്തിനാ അയാളെ വിളിച്ച് ഇതൊക്കെ പറയണം? എന്റെ സന്തോഷം പങ്കുവെക്കാൻ അയാൾ എന്റെ ആരാ? അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അയാളുടെ കാര്യം എന്നോട് പറയരുതെന്ന്. ദയവ് ചെയ്ത് ആ പേര് പോലും അമ്മ എന്നോട് പറയരുത്. അല്ല, ഇത്രയൊക്കെ ആയിട്ട് ഇനിയും നീ ഇഷ്ടക്കേടോട് മുന്നോട്ട് പോയാ അമ്മ ഈ വിഷയം ഒന്ന് വിടുന്നുണ്ടോ? എന്താ അമ്മയും മോളും കൂടെ ഒരു തർക്കം? മോളെ കുറിച്ചൊരു വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. എന്ത് വാർത്ത? ജുവലറിയിലെ കള്ളന്മാരെ പിടിച്ച കാര്യമാണോ? ഏയ്, അതൊന്നുമല്ല. പിന്നെന്താ? എനിക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയച്ചാ. സ്വർണ്ണ മെഡൽ? എന്തിന്? വല്ല ഓട്ട മത്സരത്തിനും പങ്കെടുത്തതിനാണോ അതോ ധീരതയ്ക്കോ? ഒരു പ്രബന്ധം അവതരിപ്പിച്ചതിന് കിട്ടിയതാ. പ്രബന്ധോ? നാഷണൽ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസില് മാൽന്യൂട്രീഷൻ ഇൻ ഇൻഫന്റ്സ് ഫ്രം ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്ന വിഷയത്തില് ഞാനൊരു പേപ്പർ അവതരിപ്പിച്ചിരുന്നു. അതിനാണ് ഓൾ ഇന്ത്യ ലെവലിൽ എനിക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയത്. ഈ സ്വർണ്ണ മെഡൽ എന്ന് പറയുമ്പോ ഈ കിലോ കണക്കിന് സ്വർണ്ണമൊന്നും ഉണ്ടാവില്ലല്ലോ. കൂടിപ്പോയ 5-6 ഗ്രാം അല്ലേ? ഇവിടെ 8-10 കിലോ സ്വർണ്ണവാ നിനക്ക് വേണ്ടി ഞാൻ മേടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോഴാ അവളൊരു ഡൂപ്ലി സ്വർണം. ഇതെങ്ങനെയാ? സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് വീട്ടിൽ കൊണ്ട് തരുവോ അതോ പോയി മേടിക്കണോ?